ജോലി ചെയ്ത് ക്ഷേമോദി പെൻഷൻ മാറ്റിയ വിധവാ പെൻഷൻ തന്നു തരണം. ക്ഷേമോദി പെൻഷൻ ഇല്ല. ഞങ്ങൾ കഷ്ടപ്പെട്ട കാശല്ലേ അത്. എന്നാ ഞങ്ങൾ അവന്റെ തലയിൽ ഇടുത്തി വീഴും. മനസാക്ഷിയില്ലാത്തവൻ. വോട്ട് ചോദിക്കേണ്ട കാര്യമില്ല ഞങ്ങളെടുത്ത്. കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടത്തിച്ചിറങ്ങി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച് ഞങ്ങളിവിടെ കച്ചുവണ്ടി തൊഴിലാളികൾ. ഈ തെണ്ടി എന്തിനാ അവിടെ കയറിയിരിക്കണേ? അതാ ഞാനും ആലോചിക്കുന്നത്. പിടിച്ചു മാറ്റവനെ. തമ്മിലും വന്ന് കാര്യങ്ങൾ അന്വേഷിച്ച് ഞങ്ങളെ കൂലി മേടിച്ചു തരണം. തന്നാ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഞങ്ങൾ വിജയിപ്പിച്ച് വിടും. ചിന്തിച്ചു നോക്കുമ്പോ തങ്ങള് പറയുന്നതിലുണ്ട് കാര്യം. ബസ്സില്ലേ, ഈ ബസ്സും കൊണ്ട് ടൂറൊക്കെ കറങ്ങുന്നല്ലേ. വല്ല പാവത്തുങ്ങൾക്ക് ഞങ്ങളെ അത്താഴ പട്ടിണിക്കാർക്ക് ഉറച്ച് അത് തരാത്തണ്ട് ബസ്സിനകത്ത് കറങ്ങുന്നു. എന്റെ ഗുരുവായൂരപ്പ വേറൊരു നിവൃത്തിയില്ലാത്തോണ്ട് പറയാ, എത്രയും പെട്ടെന്ന് തലയിൽ കിരീടവും വെച്ച് അടക്കുന്ന ബാർബറെ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് തരണേ. കറുത്ത മുണ്ട് കണ്ടൂടാ, കറുത്ത ഉടുപ്പ് കണ്ടൂടാ, അതൊക്കെ ചുരുക്കി പറഞ്ഞാൽ താൻ പുറത്ത്. അല്ല സാർ, ഇപ്പൊ പെട്ടെന്ന് 2 കിലോമീറ്ററിന് അകലെ വന്നതേ ഉള്ളു. ആ വണ്ടി എന്തോ കൊച്ചിനെ ഇടിച്ചേച്ച് പറഞ്ഞ അവൻ മറിഞ്ഞു വീണതാണ്. ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. ചെടിച്ചട്ടിയൊക്കെ എടുത്ത് അടിച്ചു പൊട്ടിച്ച് അവന്റെ തല പൊട്ടിച്ചേച്ച് പറഞ്ഞ് വണ്ടി വന്നപ്പോ പിടിച്ചു മാറ്റിയതാണ് മുഖ്യമന്ത്രി പറയുന്നത്. TV വാർത്ത കണ്ടതാ. അന്നാ അതിന് ചെടിച്ചട്ടി അടിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ചെടിച്ചട്ടി എടുത്ത് തലക്ക് അടിച്ചേക്കുന്നത് ഞങ്ങള് കണ്ടോണ്ടിരുന്ന ഞങ്ങ. എന്നിട്ട് പറയുന്ന മന്ത്രിയെ തടഞ്ഞതിന് പിടിച്ചു മാറ്റിയതാണ്. പക്ഷേ പരനാറിയായാൽ എങ്ങനെ പറയാതിരിക്കും? ഭൂരിപക്ഷത്തോടുകൂടി ജയിപ്പിച്ചിരിക്കും. പക്ഷെ ഒരു കാര്യം, വണ്ടിക്കകത്ത് പിന്നെ ബസ്സെടുത്ത് കറങ്ങിയൊന്നും ചെയ്യാലും ഞങ്ങളെ നാണം കെടുത്തല്ലോ. ആളുകളുടെ അവരുടെ പ്രതികരണം കണ്ടല്ലോ, എന്താണ്? ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്ന ബുദ്ധിമാന്മാരെന്ന് പൊതുവെ പരക്കെ വിശ്വസിക്കുന്ന അത് വാഴയാമത്തായിട്ടാ. വാഴയാണെങ്കിൽ എന്താ വാ തുറന്ന് പറഞ്ഞൂടെ? മനുഷ്യനല്ലേ ചോദിക്കണത്? അവരെക്കാളൊക്കെ എത്രയോ എലൈറ്റായിട്ടാണ്, എത്രയോ വിവേകത്തോടു കൂടിയാണ് കശുവണ്ടി തൊഴിലാളികൾ പ്രതികരിക്കുന്നത്. ഞങ്ങളൊക്കെ മറന്നുപോയതാണ്. ജീവൻ രക്ഷാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു ചെറുപ്പക്കാരന്റെ തലയ്ക്ക് ഹെൽമറ്റ് കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും തല്ലി അവനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന സംഭവത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് ഇത് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്നാണ്. ഞങ്ങളൊക്കെ മറന്നുപോയി ആ സംഭവം. കശുവണ്ടി തൊഴിലാളികൾ ഇപ്പോഴും ഓർത്തുവെച്ച് പ്രതികരിക്കുകയാണ്. ഇതാണ് കേരളത്തിലെ വോട്ടർമാർ എന്നുള്ള കാര്യം CPM മനസ്സിലാക്കണം. ജയിൽ അദ്ദേഹത്തിന് അന്യമല്ല. ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം ഇവിടെ വരേണ്ട ആളാണ്.